പ്രോൺസിൻ്റെ ഐറ്റംസ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പ്രോൺസ് ഫ്രൈ ആണ്. അപ്പോൾ അതിലേക്ക് വേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഈ പൊടി ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് പച്ച വെളിച്ചെണ്ണ, നമ്മൾ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്യാസ് കത്തിക്കാതെ തന്നെ ആദ്യം നമ്മൾ ഈ മസാലപ്പൊടിയൊക്കെ എണ്ണയിലൊന്ന് മിക്സാക്കി എടുക്കും. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം ഇതൊന്ന് ഗ്യാസ് കത്തിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്യാസിലായാലും അടുപ്പയിലായാലും നമ്മൾ കത്തിക്കാതെ വേണം ഈ മസാല കൂട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ചതിന് ശേഷം നല്ലോണം കഴുകി വെച്ചേക്കുന്ന പ്രോൺസ് നമുക്ക് കിട്ടും. നമുക്ക് ഇച്ചിരി വലിയ കൊഞ്ച് കിട്ടിയോണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് ചെറുതിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പ്രോൺസ് മേടിക്കാൻ പോയതിന് കഴുകേൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യുക. അപ്പം മാരിനേറ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. മസാല ഒന്ന് പുരട്ടി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ആവിയൊക്കെ വന്നിട്ട് ആ പ്രോൺസിനകത്ത് തന്നെ ജ്യൂസ് ഇറങ്ങി എടുക്കാം. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ആ പ്രോൺസിൻ്റെ വെള്ളം ഇറങ്ങി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം മറിച്ചിടുമ്പോൾ തന്നെ നമ്മൾ പ്രോൺസ് അങ്ങ് റെഡിയായി വരും. വേറെ ഇതിനകത്തൊന്നും ചേർക്കാനൊന്നുമില്ല. കാരണം ഇത്ര തന്നെ ഓൾറെഡി എല്ലാ മസാലയും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മറിച്ച് തിരിച്ചുവിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനിടയ്ക്ക് ഈ സമയത്ത് തന്നെ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല മണമായിരിക്കും. ആദ്യം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കും. ആദ്യമേ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ കറിവേപ്പ് ഇട്ട് ഒന്ന് അടച്ചു വെക്കും. ഏകദേശം നമ്മൾ കാണുമ്പോൾ പറയും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടില്ല. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയിൽ തന്നെ കിടന്ന് ഇവരൊന്ന് മുരിഞ്ഞ് വന്നുള്ളതും മൊരിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു മണം വരുന്നത്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതേ ഏകദേശമൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഒരു 2 മിനിറ്റ് കൂടെ ആയി കഴിഞ്ഞാൽ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മൊരിഞ്ഞ് സെറ്റായിട്ടുണ്ട് നമ്മുടെ പ്രോൺസ് ഫ്രൈ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്തിൻ്റെ കൂടെ കഴിക്കണം. നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിന് പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ്. ഒരിക്കലെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു ഈ ഒരു പ്രോൺസ്. അപ്പം നമ്മളെടുത്തേക്കുന്നത് നല്ല കുത്തിരിച്ചോറ്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പരിപ്പൊക്കെ ഇട്ട സാമ്പാർ, പിന്നെ അത് നമ്മൾ മാങ്ങയും ചക്കക്കുരുവും കൊഞ്ചും ഒക്കെ ഇട്ട് വെച്ച കറി, പിന്നെ നമ്മളിത് അടുത്ത് വരുന്നത് നമ്മുടെ ഹൈലൈറ്റ് ഐറ്റമായ പ്രോൺസ് ഫ്രൈ. അതിന് മുന്നേ നമുക്ക് വെച്ച് അയല വറുത്തും കൂടെ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും നമ്മുടെ പ്രോൺസ് ഫ്രൈ. അപ്പം പ്രോൺസിൻ്റെ 2 റെസിപ്പീസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കണ്ടില്ലാത്തവരെ കയറി കണ്ടു നോക്കണേ. ചക്കക്കുരു, മാങ്ങ, ഈ മുരിങ്ങക്കോലിട്ട കറിയും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോൺസ് ഫ്രൈയുടെ റെസിപ്പി 2 നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ, അതാണ് എടുക്കാൻ പറ്റും. നമ്മൾ ചൂടോടെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് തൊടാൻ പറ്റും. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടില്ലാത്തവരെ ഫസ്റ്റായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു പ്രോൺസ് ഫ്രൈ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.